പഠിക്കാൻ പോകുന്നത്. വുളു എടുക്കാൻ എല്ലാവരും പഠിച്ച് അല്ലേ? ഇനി ഒരിക്ക വുളു എടുത്തിട്ട് നിസ്കരിച്ചാൽ ആ വുളു കൊണ്ട് രണ്ടാമത് നിസ്കരിക്കാൻ കഴിയോ? കഴിയില്ലേ? കഴിയും. പിന്നെ കഴിയാതിരിക്കുക എപ്പോഴാണ്? വുളു നഷ്ടപ്പെട്ടാലാണ്, വുളു മുറിഞ്ഞാലാണ്. വുളു മുറിയുന്ന കാര്യങ്ങൾ എത്രയുണ്ടെന്ന് അറിയോ? 4 ഉണ്ട്. എത്ര ഉണ്ട്? 4 കാര്യങ്ങൾ ഉണ്ടായാൽ എന്താകും? വുളു മുറിയും. അപ്പോ ഒന്നാമത്തെ കാര്യം, ഒരാൾ വുളു എടുത്തിട്ട് വന്നു. ഒരാൾ എന്താക്കി? വുളു എടുത്തിട്ട് വന്നിട്ട് ആടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ എന്തായി? ഒരാൾക്ക് മൂത്രിക്കാൻ മുട്ടി, അല്ലെങ്കിൽ കക്കൂസിൽ പോകാൻ മുട്ടി. അങ്ങനെ അയാൾ കക്കൂസിൽ പോയിട്ട് വന്നു. എന്നാൽ കക്കൂസിൽ പോയിട്ട് വന്നിട്ട് നേരത്തെ എടുത്ത വുളുവോട് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തേ? മൂത്രിച്ചാൽ അല്ലെങ്കിൽ കാഷ്ടിച്ചാൽ എന്താകും? വുളു മുറിയും. എന്താകും? വുളു മുറിയും. അപ്പൊ എന്താക്കണം? അങ്ങനെ വുളു എടുത്തിട്ട് വന്നിട്ട് മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താൽ രണ്ടാമത് അതിലെന്താക്കണം? വുളു എടുക്കണം. അപ്പൊ വുളു മുറിയുന്ന കാര്യങ്ങൾ ഒന്നാമത്തേതാണിതെന്ന്, മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനി അല്ലാത്തവ പുറപ്പെടുക. മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയല്ലാത്തവ പുറപ്പെടുക. അപ്പൊ എന്താകും? അങ്ങനെ പുറപ്പെട്ടാൽ, വുളു എടുത്തിട്ടായിട്ട് പുറപ്പെട്ടാൽ വുളു നഷ്ടപ്പെടും. അപ്പൊ എന്താക്കണം? നിസ്കരിക്കണമെങ്കിൽ ആദ്യമേ വുളു ചെയ്യണം. അപ്പൊ ഒരാൾ വുളു എടുത്തിട്ട് വന്നിട്ട് നിസ്കരിച്ചിട്ട് ആടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്ത് കൂട്ടിക്കോ. എന്നാ ആ നേരത്തെ എടുത്ത വുളുവോട് നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. ആ വുളുവോട് നിസ്കരിക്കാം. ഇനി അതിൻ്റെ അടക്ക് മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താക്കാൻ പറ്റൂല? നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താക്കണം? വീണ്ടും വുളു എടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മ വുളു എല്ലാം എടുത്തിട്ട് വന്നിട്ടാകുമ്പോ ഉമ്മ അല്ലെങ്കിൽ നമ്മളെ ഉപ്പ പറഞ്ഞ് ഞാൻ വുളു എടുത്തിട്ട് വരുന്ന്, അപ്പൊ ഒന്നിച്ച് നിസ്കരിക്കാം. അപ്പൊ നമ്മ എന്താക്കി? അവിടെ പായ് കണ്ടപ്പോ അവിടെ കടന്നിട്ട് എന്തായി? ഉറങ്ങിപ്പോയി. അവിടെ കടന്നിട്ട് ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയാൽ നമുക്ക് അടുത്തുള്ള കാര്യങ്ങളിൽ തിരിയോ? ഇല്ല. എങ്ങനെ? ഇപ്പൊ നമ്മ രാത്രി ചില സമയത്ത് വായിക്കാനിരിക്കും, കസാലും ഇരിക്കൂലേ? അപ്പൊ എന്താവും? ചിലപ്പോ നമ്മ ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ സോപ്പന്റെ മീത്തി ഇരുന്നിട്ട് ഉറങ്ങും. അപ്പൊ ഉമ്മ എന്താക്കും? നമ്മളോട് പറയൂ, പോയിട്ട് കട്ടുമ്പോ കടന്നിട്ട് ഉറങ്ങിക്കോന്ന് പറയും. ഒരാളെ പോയി കടന്നു ഉറങ്ങിയിട്ട് രാവിലെ എണിച്ചിട്ട് ഇന്നലെ മോന്തിക്ക് എന്തെന്നാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മുടെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. അപ്പോ വുളു എടുത്തിട്ട് ഒരാൾ ഉറങ്ങിയാൽ എന്താകും? അവന്റെ ബുദ്ധിന്റെ വകതിരിവ് നീങ്ങും. ഉറങ്ങലോടുകൂടെ എന്താകും? ഉറങ്ങിയാളെ പള്ളക്ക് തീ ഇതെല്ലാം കൊണ്ടുവച്ചാൽ അവർക്ക് തീ ഉണ്ടെന്ന് അറിയോ? ചിലപ്പോൾ കൈ നീക്കുമ്പോൾ എന്താകും? തീയിലേക്ക് പോവും. അപ്പൊ വകതിരിവ്, ബുദ്ധിന്റെ വകതിരിവ് എന്താകും? നീങ്ങും. അങ്ങനെ ബുദ്ധിന്റെ വകതിരിവ് നീങ്ങിയാൽ എന്താകും? വുളു മുറിയും. അപ്പൊ ബുദ്ധിന്റെ വകതിരിവ് എങ്ങനെയല്ല നീങ്ങും? ഒന്നിക്കലും ഉറങ്ങിയാ നീങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് തീ മുമ്പിൽ കൊണ്ടുവച്ചാൽ തീ ഉണ്ടെന്ന് അറിയോ? വെള്ളം കൊണ്ടുവച്ചാൽ വെള്ളം ഉണ്ടെന്ന് അറിയോ? ഇല്ല. അപ്പൊ ബുദ്ധിന്റെ വകതിരിവ് എന്താകും? ഉറങ്ങൽ കൊണ്ട് നീങ്ങും. പിന്നെങ്ങനെ നീങ്ങും? ബോധക്ഷയായി, ബോധം കെട്ട്, ബോധം നഷ്ടപ്പെട്ട് എന്നെന്താകും? അവൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് വെച്ചാൽ അവനക്കറിയോ? അവൻ്റെ മുമ്പിൽ ഉമ്മ വന്നത് ഉപ്പ വന്നത് അറിയോ? ഇല്ല. അല്ലെങ്കിൽ ഭ്രാന്തായി കഴിഞ്ഞാൽ ഓനിക്ക് ഉമ്മ ഉപ്പ ഇച്ച അല്ലെങ്കിൽ കുഞ്ഞി അവരെല്ലാം തീയോ? ഇല്ല. എല്ലാവരും എന്താകും? അടിക്കും. അങ്ങനെ ഭ്രാന്തനായാലും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. പിന്നെങ്ങനെ നീങ്ങും? മത്തായി കഴിഞ്ഞാൽ എന്താകും? ബുദ്ധിന്റെ വകതിരിവ്. കള്ളു കുടിച്ച് മത്തായി, ഇപ്പൊ കള്ളു കുടിക്കാൻ പാടില്ല. അതേപോലെ വേറെ ഇപ്പം എന്തെല്ലോ സാധനമെല്ലാം ഉണ്ട്, കുറെ ആൾ നമുക്ക് കൊണ്ടുത്തരും. ഇപ്പം ആരും പുറത്തുനിന്നല്ല, നമുക്ക് അറിയാത്ത ആൾ മുട്ടായി കൊണ്ടു തന്നാലും എന്താക്കാൻ പാടില്ല? വാങ്ങാൻ പാടില്ല. ചിലപ്പോ നമുക്ക് മസ്തുണ്ടാക്കുന്ന സാധനമാവും. അവ തിന്നു കഴിഞ്ഞാൽ ഉപ്പാനെന്നും ഉമ്മാനും നമുക്ക് തോന്നില്ല. അവരെല്ലാം ഇതാക്കും, ചിലപ്പോൾ തല്ലുന്നമ്മോ. അപ്പോൾ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ചിലപ്പോൾ എന്താകും? നമ്മളെ എന്നാ മോനെ മുട്ടായി എന്നിട്ട് തരും. അപ്പം എന്താകാൻ പാടില്ല? പുറത്തുനിന്ന് അത് നമുക്കെന്താകും? മസ്ത് ഉണ്ടാക്കും. എന്തുണ്ടാക്കും? കള്ളു കുടിച്ചാളെ പോലെ തന്നെ അമ്മാവും. പിന്നെ അതിലും വാങ്ങി തിന്നാൽ
അപ്പൊ അങ്ങനത്തെ ഒന്നും എന്താക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല. അപ്പൊ എന്താവും, മസ്താവും. അങ്ങനെ മസ്തായി കഴിഞ്ഞാൽ ബുദ്ധിന്റെ വകതിരിവ് നീങ്ങും. അപ്പൊ ബുദ്ധിന്റെ വകതിരിവ് നീങ്ങുന്ന കാര്യം തിരിഞ്ഞില്ലേ? എങ്ങനെ നീങ്ങും? ഉറക്കുകൊണ്ട് ബുദ്ധിന്റെ വകതിരിവ് നീങ്ങും, പിന്നെ ഭ്രാന്ത് കൊണ്ട് നീങ്ങും, പിന്നെ ബോധക്ഷയം കൊണ്ട് നീങ്ങും, പിന്നെ എങ്ങനെ നീങ്ങും? മത്താവൽ കൊണ്ട് നീങ്ങും, മത്താവൽ കൊണ്ടും നീങ്ങും. അപ്പൊ എന്താവും? ഉളൂ മുറിയും. അപ്പൊ ഉളൂ മുറിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണമെങ്കിൽ എന്താക്കണം? അതിലെ ഉളൂ ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം അല്ലേ, നമ്മൾ കൈ കൊണ്ടല്ലേ ചോറ് വയ്ക്കല്, എന്തെങ്കിലും എടുക്കലും പിടിക്കലല്ലേ ഏത് കൈ കൊണ്ടല്ലേ? ഏത് കൈ കൊണ്ട്? ഉള്ളം കൈ കൊണ്ട്. ഏത് കൈ കൊണ്ട്? ഉള്ളം, മുൻകൈയിൻ്റെ ഉള്ളുകൊണ്ടാണ് ചോറ് വയ്ക്കല്, വെള്ളം ഗ്ലാസ് എടുക്കല് അല്ലേ, പെന്നെടുക്കല്, പുസ്തകം എടുക്കല്. അപ്പോൾ ഈ മുൻകൈയിൻ്റെ ഉള്ളുകൊണ്ട് നമ്മുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ എന്താകും? ഉളൂ മുറിയും. ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതൊക്കെ സ്ഥലം ഉളുർത്ത് വന്ന് നമ്മ തൊട്ടാൽ എന്താകും? ഉളു മുറിയും. അതേ സമയത്ത് കൈയിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് തൊട്ടാൽ ഉളു മുറിയോ? ഇല്ല. ഇത് കൈയിൻ്റെ മുട്ടുകൊണ്ട് തൊട്ടാൽ ഉളു മുറിയോ? ഇല്ല. പിന്നെ ഏത് ഭാഗം കൊണ്ട് മാത്രം തൊട്ടാലാകുന്നു മുറിയൽ? കൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് തൊട്ടാൽ മാത്രമാണ് ഉളു മുറിയൽ. കൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് തൊട്ടാൽ മാത്രമാണ് ഉളു മുറിയൽ. ഇനി നാലാമത്തെ കാര്യം വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ എന്താക്കുക? ചേരുക എന്നുള്ളത്. വലിയവർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇപ്പൊ ഇങ്ങനെ വലിയവരാ, ഇങ്ങനെ ബെൽറ്റായിട്ടാ, എന്നാലും ബെൽറ്റ് എന്ന് പറയാ, എന്നാലും ഇങ്ങ വലിയവരെന്ന് പറയാ. അപ്പൊ അന്യവർ എന്ന് പറഞ്ഞാലാ, ഇപ്പോ നമ്മുടെ ദാനിശാലിന്റെ ഉപ്പ, അത് അന്യവരാ. ദാനിശ് ഒന്നോർത്തിട്ട് വന്ന് ദാനിശാലിന്റെ ഉമ്മ അവിടെ ഉണ്ട്. ദാനിശാലിന്റെ ഉമ്മാനെ ദാനിശ് ഒന്നോർത്തിട്ട് വന്ന് തൊട്ട് എന്നാ ഉളു മുറിയോ? ഇല്ല. എന്തേ? അത് അവൻ്റെ ഉമ്മയാണ്, രക്തബന്ധമുള്ള ഉമ്മയാണ്. അത് അന്യവരാ, വേറെ എവിടുന്നോ വന്ന ആളാ? അല്ല, അത് ദാനിഷിന്റെ ഉമ്മയാണ്. അല്ലെങ്കിൽ ദാനിഷിന്റെ ഇത്തത്താനെ തൊട്ട് അപ്രൂസിന്റെ ഇത്തത്താനെ തൊട്ട് ഒന്നു കൊടുത്തിട്ട് വന്നിട്ട് എന്നാ ഒന്നു മുറിയോ? ഇല്ല. അപ്രൂസിന്റെ അനിയത്തിനെ തൊട്ട് എന്നാ ഒന്നു മുറിയോ? ഇല്ല. ഇനി മറ്റേ ഐഷു ഷിബാസിനെ തൊട്ട് ഒന്നു മുറിയോ? ഷിബാസുവിന്റെ ഇച്ഛാലേ, ഐഷുവിന്റെ ഇച്ഛാലേ. അല്ലെങ്കിൽ ഷിബാസ് അല്ല, ഐഷു ആരെ തൊട്ട്? ഐഷുവിന്റെ ഉപ്പ അസീസിനെ തൊട്ട് എന്നാ ഒന്നു മുറിയോ? ഇല്ല. എന്തേ? അതെ, ഐഷുവിന്റെ ഉപ്പയാണ്. ഇനി ഐഷു എന്താക്കി? അപ്പുറത്തെ പുറക്കിൽ ഇച്ചാനെ തൊട്ട് എന്നാ ഒന്നു മുറിയോ? മുറിയും. അപ്പൊ എന്താക്കണം? ഉളു എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇസാൻ എന്താക്കി? അപ്പുറത്തെ പുറക്കില്ലേ വിത്തത്താനെ തൊട്ട് അപ്പൊ എന്താവും? ഉളു മുറിയും. ഇനായ എന്താക്കി? ഇനായ ഓളെ കസിനാണ് ആരി? ജയാനി. ജയാനെ തൊട്ട് ഏടയില്ലേ നമ്മളെ എന്തെന്ന് ജമാന്റെ ഇച്ചാനെ തൊട്ട് എന്നാ ഉളു മുറിയോ? മുറിയും. ആരി? ഇനായ തൊട്ട ഉളു മുറിയും, ജമ തൊട്ട ഉളു മുറിയോ? ഇല്ല. അപ്പം വലിയവരും അന്യവരുമായ സ്ത്രീകളുടെ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്ന ഉളു മുറിയിൽ. അപ്പൊ ഒരാള് എന്തായി? ഇപ്പൊ ഉസ്താന്തായി ഇസ്രാന്റെ മുടി തൊട്ട്, അല്ലെങ്കിൽ തട്ടം തൊട്ട്, അല്ലെങ്കിൽ നഖം തൊട്ട്, അല്ലെങ്കിൽ പല്ല് തൊട്ട് എന്നാ ഉളു മുറിയോ? ഇല്ല. അതെന്തല്ല? സ്കിന്നല്ല, തൊലിയല്ല. പിന്നെ ഏത് തൊട്ടാലാണ് ഉളു മുറിയല്? തൊലി തൊട്ടാലാണ് ഉളു. തൊടൽ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെ തൊടലും വേണ്ട. പിന്നെ നമ്മ ഇങ്ങനെ പോകുമ്പോ മുട്ടിയാലും എന്താകും? ഉളു
മുറിയും. അപ്പൊ തിരിഞ്ഞില്ലേ? പാഠം 4 വുളൂ മുറിയുന്ന കാര്യങ്ങൾ. വുളൂ മുറിയുന്ന കാര്യങ്ങൾ എത്ര ഉണ്ടെന്നറിയോ? എത്ര? 4. എത്ര ഉണ്ട്? 1 മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനി അല്ലാത്തവ പുറപ്പെടുക. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്ത എന്തു പുറപ്പെട്ടാൽ എന്താകും? വുളൂ മുറി. കിതാബ് നോക്കണം, കൈവെക്കണം. കൈവെച്ചോ വായിക്കുന്നിടത്ത്. രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. രണ്ടാമത്തെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേ? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. എങ്ങനെയാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ? നേരത്തെ പറഞ്ഞില്ലേ, ഉറങ്ങുക, പിന്നെ ഭ്രാന്തിയാവുക, ഭ്രാന്ത്, പിന്നെ ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങും. വകതിരിവ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പറഞ്ഞില്ലേ ഇതെന്നേ? തീ കണ്ടാൽ തീയാണെന്ന് തിരിയും. ഒറിജിനൽ തീ കൊണ്ടുവച്ച് തീൻ്റെ ഫോട്ടോ കൊണ്ടുവച്ച് നമുക്ക് തിരിയില്ലേ? ഒറിജിനൽ തീ ഏത് തീൻ്റെ ഫോട്ടോ ഏത് തിരിയില്ലേ? തിരിയും. അല്ലേ? മനസ്സിലായില്ലേ? അതാണ് ഒരു സ്ഥാനം കണ്ടാൽ ഇത് ഇന്നതാണെന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ്. അതിനാ വകതിരിവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. ഏടെത്തി വായിച്ചിട്ട് ഓരോരാൾ അട്ടം നോക്കുന്നുണ്ട്. കിതാബ് നോക്ക്. മുൻകൈൻ്റെ പള്ള അറിയില്ലേ? മുൻകൈൻ്റെ പള്ള കാണിച്ചെല്ലാവരും. മുൻകൈൻ്റെ പള്ള അതുകൊണ്ട് ഗുഹ്യസ്ഥാനം തൊടുക. ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും സ്ഥലം. ആ സ്ഥലം തൊട്ടാൽ എന്താകും? വുളൂ മുറിയും. നാലാമത്തേതാണ് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരൽ. വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാർ. അന്യർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മുടെ ഉപ്പ, ഉമ്മ, ഇത്തത്ത, ഇച്ച, അനിയൻ, അനിയത്തി, പിന്നെ എളയപ്പ, എളയമ്മ, മൂത്തപ്പ, മൂത്തമ്മ, പിന്നെ മാമ, പിന്നെ ചാച്ച. ഇവരിലല്ലാത്തവരാണ് അന്യന്മാർ. അമ്മായി അന്യരല്ലേ? അമ്മായി അന്യനല്ലേ? ആരോണിയല്ലാതെ അമ്മായി അന്യൻ. അളയ അമ്മ അളയാ നിൽക്കുന്നില്ലേ? അളയ അന്യനാണ്. കസിൻ, അവരെ തൊട്ടാൽ എന്താകും? വുളൂ മുറിയും. അപ്പോൾ ഉപ്പാനെ ആര്? പെണ്ണുങ്ങൾ തൊട്ടാൽ, പെണ്ണുങ്ങൾ അവരെ ഉപ്പാനെ തൊട്ടാൽ വുളൂ മുറിയില്ല. അവർ ഇച്ചാനെ തൊട്ടാൽ വുളൂ മുറിയില്ല. അനിയനെ തൊട്ടാൽ വുളൂ മുറിയില്ല. എളാപ്പാനെ തൊട്ടാൽ വുളൂ മുറിയില്ല. മൂത്തപ്പാനെ തൊട്ടാൽ വുളൂ മുറിയില്ല. ചാച്ചാനെ തൊട്ടാൽ വുളൂ മുറിയില്ല. കാക്കാനെ തൊട്ടാൽ വുളൂ മുറിയില്ല. ആണുങ്ങളോ? ഉമ്മാനെ തൊട്ടാൽ വുളൂ മുറിയോ? ഇത്തത്താനെ തൊട്ടാൽ വുളൂ മുറിയോ? അനിയത്തീനെ തൊട്ടാൽ വുളൂ മുറിയോ? എളയമാനെ തൊട്ടാലോ മാമാനെ തൊട്ടാലോ വുളൂ മുറിയില്ല. എളയമാനെ തൊട്ടാൽ വുളൂ മുറിയില്ല. മാമാനെ തൊട്ടാൽ വുളൂ മുറിയില്ല. എളയമാൻ്റെ മോളെ തൊട്ട കസിൻസിനെ തൊട്ടാൽ എന്താകും? വുളൂ മുറിയും. അപ്പോൾ വലിയവരാകണം. അപ്പോൾ ചെറിയവരെ തൊട്ടാലാ? ഒന്നോട്ടിട്ട് വന്നിട്ട് ചെറിയവരെ തൊട്ടാൽ വുളൂ മുറിയോ? ഇല്ല. ചെറിയവരെ തൊട്ടാൽ വുളൂ മുറിയോ? ഇല്ല. വലിയവരെ തൊട്ടാലാണ് വുളൂ മുറിയുക.